ഹായ് ഹലോ എല്ലാവർക്കും ഏജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കുഞ്ഞു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അലോവേരയുടെ മോയ്സ്ചറൈസിങ് ക്രീമിനും പിന്നെ അതുപോലെ തന്നെ ലിപ് ബാമും പറഞ്ഞിട്ട് ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രീം ഇതിനു മുൻപ് ഒരുപാട് തവണ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയും ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒട്ടും സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊരു വേപ്പ് മെഷീനും അതിൻ്റെ മുകളിലൊക്കെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വേപ്പ് മെഷീൻ എവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ കൂട്ടുകാർ. ഇത് ഞാൻ ഓൺലൈനായിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ക്രീം ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അലോവേരയുടെ ജെല്ലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ജെല്ല് വെച്ചിട്ടാണ് നമ്മൾ ക്രീം ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മളിതിൻ്റെ ചെറിയ ക്വാണ്ടിറ്റി, അതായത് 50 ഗ്രാമൊക്കെ ചെയ്യുന്ന വീഡിയോയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. നമ്മൾ ഒരു 500 ഗ്രാമാണ് അലോവേരയുടെ ജെല്ല് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് വെളിച്ചെണ്ണയാണ്. ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതാണ്. അതൊരു 10 ഗ്രാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ട്രിപ്പായിട്ടാണ് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു വിസ്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ബീറ്റർ ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബീറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ടെക്സ്ചറിലോട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ വിസ്ക് ഉപയോഗിക്കണതാണ് നല്ലത്. അപ്പോൾ ആദ്യമേ നമ്മൾ ജെല്ലെടുത്തു, പിന്നെ അതിലേക്ക് 10 ഗ്രാം വെളിച്ചെണ്ണ ചേർത്തു. പിന്നെ ഇതുപോലെ വിസ്ക് ഉപയോഗിച്ച് നമ്മൾ നല്ല രീതിയിൽ അത് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന മിക്സിങ് അനുസരിച്ചിരിക്കും ആ ഒരു ക്രീമിൻ്റെ ടെക്സ്ചറിലോട്ട് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് രണ്ടാമത്തെ ട്രിപ്പാണ്. രണ്ടാമത്തെ ട്രിപ്പ് നമ്മളിതുപോലെ ഒരു 10 ഗ്രാമിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത സെയിം രീതിയിൽ തന്നെ വിസ്ക് ഉപയോഗിച്ച് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കണം കേട്ടോ. മിക്സിംഗ് ആണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. കൈയൊക്കെ കുറച്ച് വേദന എടുക്കും, എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എന്തായാലും നമ്മളിതുപോലെ നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കണം കേട്ടോ. നമുക്കിത് 1 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ കൈകാലുകളിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. മുതിർന്നവർക്കൊക്കെ യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. ഫസ്റ്റും സെക്കൻഡ് ട്രിപ്പ് നമ്മൾ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം ഇത് തേർഡ് ട്രിപ്പാണ്. തേർഡായിട്ട് നമ്മൾ 10 ഗ്രാമിൻ്റെ അടുത്ത് തന്നെയാണ് കോക്കനട്ടിൻ്റെ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും നല്ല രീതിയിൽ ഇതുപോലെ വിസ്ക് ഉപയോഗിച്ച് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. മിക്സിംഗ് ആണ് മെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന മിക്സിംഗ് അനുസരിച്ചിരിക്കും കേട്ടോ ആ ഒരു ക്രീമിൻ്റെ ടെക്സ്ചർ കിട്ടുന്നത്. അപ്പോൾ ഇതിനു മുൻപ് കുറേ കൂട്ടുകാർ ചെയ്ത് നോക്കി നല്ല രീതിയിൽ കിട്ടുകയും ചേച്ചി ഞങ്ങളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്കതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചിലരുടെ ചെയ്തിട്ട് ശരിയായില്ല, ഒരു ക്രീമിൻ്റെ ടെക്സ്ചറിലോട്ട് കിട്ടിയില്ല എന്ന് അങ്ങനെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചെയ്യുന്ന മിക്സിങ് കറക്റ്റ് ആണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് ആ ഒരു ക്രീം കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വൈറ്റമിൻ ഇയുടെ ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓയിൽ ഏകദേശം ഒരു 10-12 ഡ്രോപ്സിൻ്റെ അടുത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റായിട്ടൊരു സ്മെല്ല് അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മെല്ല് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഡവിൻ്റെ ആണ് കേട്ടോ സ്മെല്ല് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്മെല്ലും കൂടെ ചേർത്തിട്ട് വീണ്ടും നമ്മൾ നല്ല രീതിയിൽ ഇതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. വൈറ്റമിൻ ഇയുടെ ഓയിലും പിന്നെ അതുപോലെ തന്നെ ഡവിൻ്റെ സ്മെല്ലും ആണ് ഇവിടെ ചേർത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇത് രണ്ടും ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതുപോലെ നമ്മൾ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. മിക്സാക്കി കഴിയുമ്പോൾ നോക്കിക്കുക ആ ഒരു നല്ലൊരു ക്രീമിൻ്റെ ടെക്സ്ചറിലോട്ട് നമ്മുടെ ആ ഒരു മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ചേർക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രിസർവേറ്റീവ് ആണ്. നമ്മുടെ പ്രിസർവേറ്റീവ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് കൂടുതൽ കാലം കേട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണൽ മാത്രമാണ് കേട്ടോ. നമ്മളിപ്പം നമ്മുടെ ഓൺ യൂസിനൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രിസർവേറ്റീവ് ചേർത്തില്ല എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പ്രിസർവേറ്റീവ് ഏകദേശം 3-4 ഡ്രോപ്സിൻ്റെ അടുത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓൺ യൂസിനാണെങ്കിൽ പ്രിസർവേറ്റീവ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പ്രിസർവേറ്റീവ് ചേർത്തിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ക്രീമൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ pHും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ചെയ്യാനാണെങ്കിലും അതിൻ്റെ pHും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ക്രീമിൻ്റെ pHും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ pH സ്ട്രിപ്സ് ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കാനായിട്ട് കിട്ടും. ഇതും നമ്മുടെ അടുത്ത് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി നമുക്ക് ഈ pH സ്ട്രിപ്സ് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടുമോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടുമെന്നൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. pHും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
pH കാര്യങ്ങളെല്ലാം നോക്കിയപ്പോൾ അത് ഓക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ pH സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ബോട്ടിലാക്കി ഫില്ലാക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് മുന്നേയായിട്ട് നമ്മുടെ ഒരു ക്രീം എങ്ങനെയാണ് നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇരിക്കണത് കൂടെ ഒന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഞാൻ കുറച്ച് ക്രീം എടുത്ത് നമ്മുടെ കയ്യിലൊന്ന് ജസ്റ്റ് ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ക്രീമാണ് കേട്ടോ. നമുക്കിപ്പോൾ രാവിലെ കാലുകളിലൊക്കെ തേച്ച് പിടിപ്പിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ രാത്രിയൊക്കെ ആണെങ്കിലും കുളി കഴിഞ്ഞതിന് ശേഷമൊക്കെ നമുക്ക് കൈകാലുകളിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഞാനിപ്പോൾ തലേ ദിവസമാണ് ചെയ്ത് വെക്കുന്നത്. പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പാക്ക് ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ തലേ ദിവസം ഞാൻ ജസ്റ്റ് അതിൻ്റെ എല്ലാം റെഡി ആക്കിയതിന് ശേഷം ഇതുപോലെ ക്ലിംഗ് ഫിലിം ഉപയോഗിച്ച് വന്ന് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ എന്ന് കരുതി അങ്ങനെ വെച്ചേക്കാണ്. നമുക്കിത് നേരെ ഡയറക്റ്റായിട്ട് ബോട്ടിലാക്കി ഫില്ല് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിൻ്റെ pH കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഇത് പിറ്റേ ദിവസം രാവിലെ നമ്മളിനി ബോട്ടിലാക്കി പാക്ക് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ക്ലിംഗ് ഫിലിം എല്ലാം മാറ്റിയിട്ട് ഇനി നമുക്ക് 100 ഗ്രാമിൻ്റെ 4 ബോട്ടിലും 50 ഗ്രാമിൻ്റെ 2 ബോട്ടിലാക്കിയാണ് നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീം. നല്ല ക്രീമി ടെക്സ്ചറിലോട്ട് നമ്മുടെ ഒരു എന്താ പറയുക, ആ ഒരു ക്രീം കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പെർഫെക്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ ക്രീം കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോരോ ബോട്ടിലാക്കി ഫില്ല് ചെയ്യാവേ. അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ തന്നെ 100 ഗ്രാമിൻ്റെ ബോട്ടിലാണ് ഫില്ല് ചെയ്യുന്നത്. കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു ക്രീം ഉണ്ടാക്കി കഴിയുമ്പോൾ പെട്ടെന്ന് ചീത്തയായി പോവോ, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണോ എന്നൊക്കെ. പെട്ടെന്ന് അങ്ങനെ ചീത്തയായി പോകുന്ന ക്രീമൊന്നും അല്ല കേട്ടോ ഇത്. അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും. 1 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ യൂസ് ആക്കാവുന്നതാണ്. അവരുടെ കൈകാലുകളിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ കൈകാലുകളിൽ മുറിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനത്തെ നമ്മൾ ആദ്യത്തെ ബോട്ടിലാക്കി ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്രീമിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാ ബോട്ടിലാക്കി ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഓർഡർ എന്ന് പറയുന്നത് ലിപ് ബാമിൻ്റെ ആണ്. ഇതൊരു 10 ലിപ് ബാമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ബീറ്റ്റൂട്ട് ഓയിൽ, വേമ്പാലപ്പട്ടയുടെ ഓയിൽ, ബീസ് വാക്സ്, കൊക്കോ ബട്ടർ, ഷിയ ബട്ടർ, ആൽമണ്ട് ഓയിൽ, അതുപോലെ തന്നെ ജോജോബ ഓയിൽ, ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ലിപ് ബാം തയ്യാറാക്കിയിരിക്കുന്നത്. ലിപ് ബാമിന് നമുക്ക് നല്ല രീതിയിൽ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലിപ് ബാമിൽ നമ്മൾ ഫ്രാഗ്രൻസും ചേർത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ മെറൂൺ കളറും ചേർത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മളതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഒട്ടിച്ച് ഇങ്ങനെ ബോട്ടിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടായിരുന്നു കേട്ടോ നമുക്കുണ്ടാകുന്നൊരു കുഞ്ഞു ഓർഡർ എന്ന് പറയുന്നത്. നമ്മുടെ ലിപ് ബാം ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് സെറ്റായി കഴിയുമ്പോൾ. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് നിന്ന് ഈ ഒരു ലിപ് ബാം ആണെങ്കിലും ക്രീമൊക്കെ ആണെങ്കിലും മേടിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം അതിൽ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ തീർച്ചയായിട്ടും ക്രീം ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇനിയും ഈ ഒരു ക്രീം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ക്രീം മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.